ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 7 ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ മോക്ക് ടെസ്റ്റാണ്. ഇന്ന് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇത്തിരി കൂടുതലാണ്. ഇവിടെ വീട് പണി നടക്കുന്നത് കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇത്തിരി കൂടുതലാണ്. എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മുല്ലപ്പെരിയാർ അണക്കെട്ട് രൂപം നൽകുന്ന തടാകം ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ്? പെരിയാർ വന്യജീവി സങ്കേതം. വന നശീകരണം തടയാനും വൃക്ഷ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കാനുമായി കേരള സർക്കാർ കേരള വൃക്ഷ സംരക്ഷണ നിയമം നടപ്പാക്കിയ വർഷമേത്? 1986. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമേത്? മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിൽ കാണപ്പെടുന്ന ഏത് വനവൃക്ഷത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകോറിക്ക? ചെങ്കുറിഞ്ഞി. കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിലാണ് കട്ടിബെട്ട കൊടുമുടി? ആറളം വന്യജീവി സങ്കേതം. സംസ്ഥാനത്ത് കുറഞ്ഞത് 500 പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെങ്കിലും പര്യവേഷണം ചെയ്യുകയും മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലും കുറഞ്ഞത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും വികസിപ്പിക്കുകയും ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? പഞ്ചായത്ത് ഒരു ലക്ഷ്യസ്ഥാനം. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം കേരളത്തിൽ എവിടെയാണ്? കൊല്ലം. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഡി. കബനി മാത്രം കാവേരിയുടെ പോഷക നദിയാണ്. കോയമ്പത്തൂർ പട്ടണത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും കുടിവെള്ള വിതരണത്തിനായി കേരളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടേത്? ശിരുവാണി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച സ്മാരകത്തോട്ടം കേരളത്തിലെ ഏത് അണക്കെട്ടിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്? പെരുവണ്ണാമൂഴി. ലോക ഭൗമ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചതെവിടെ? ന്യൂഡൽഹി. 2024 IPL സീസണുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. റണ്ണേഴ്സപ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ടൂർണമെൻറ്റിലെ താരം വിരാട് കോഹ്ലി. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹർഷൽ പട്ടേൽ. ശരിയായ ജോഡികളേവ? 1, 2, 4 ശരി. 1, 2, 4 ശരി. ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. റണ്ണേഴ്സപ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹർഷൽ പട്ടേൽ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ചിത്രമേത്? ബി. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യമേത്? ചൈന. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രുദ്രം-1 ഏതിനം യുദ്ധോപകരണമാണ്? മിസൈൽ. കുടുംബശ്രീ സംസ്ഥാന കലാമേളയായ അരങ്ങ് 2024 ഒന്നാമതെത്തിയ ജില്ല ഏത്? കാസർഗോഡ്. അനുമതികൾ, ലൈസൻസുകൾ എന്നിവ വേഗത്തിൽ ലഭിക്കാനായി പ്രവാഹ് പോർട്ടൽ അവതരിപ്പിച്ചതാരെ?
റിസർവ് ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യമായി വികസിപ്പിച്ച റോക്കറ്റ് ലോഞ്ച് പാഡ് ഏത്? ധനുഷ്. പൂർണ്ണമായും 3D പ്രിന്റഡ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ റോക്കറ്റ് ഏത്? അഗ്നിബാൺ. വനിതാ ജീവനക്കാർക്ക് ആർത്തവാവധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത്? സിക്കിം ഹൈക്കോടതി. ഇന്ത്യയിലെ പുകയില നിയന്ത്രണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട കായിക താരമാരെ? PV സിന്ധു. ആരുടെ കവിതാ സമാഹാരമാണ് ഉൽക്കകൾ? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കാട്ടുതീ തുടക്കത്തിൽ തന്നെ കണ്ടെത്താനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം സ്ഥാപിച്ചത് ഇന്ത്യയിലെ ഏത് കടുവാ സംരക്ഷണ കേന്ദ്രത്തിലാണ്? നാഗാർജുന സാഗർ കടുവാ സങ്കേതം. 2024 P. കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയതാരെ? അടൂർ ഗോപാലകൃഷ്ണൻ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ജലസ്രോതസ്സുകളുടെ സംരക്ഷണം. നായയുടെ ഹൃദ്രോഗ ചികിത്സാർത്ഥം ഇന്ത്യയിൽ ആദ്യമായി സുഷിര ശസ്ത്രക്രിയ നടത്തിയത് എവിടെയാണ്? ന്യൂഡൽഹി. വനിതാ യാത്രക്കാരുടെ സുരക്ഷാർത്ഥം ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ച പരിപാടി ഏത്? മേരി സഹേലി. 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലെ പുരുഷ വിഭാഗം ജേതാവാരെ? കാർലോസ് അൽക്കാരസ്. 8 തവണ ലോകസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് റെക്കോർഡിട്ട കേരളത്തിലെ MP ആരെ? കൊടിക്കുന്നിൽ സുരേഷ്. കേരള 1956 ടു പ്രസൻറ്റ് ഇന്ത്യാസ് മിറക്കിൾ സ്റ്റേറ്റ് എന്ന പുസ്തകം കേരളത്തിൻ്റെ ഏത് മേഖലയുടെ ചരിത്രത്തെ പറ്റിയുള്ളതാണ്? സമ്പദ് വ്യവസ്ഥ. ചെള്ളുകൾ പരത്തുന്ന പനി രോഗം ഏത്? ടൈഫസ് പനി. രോഗാണുബാധ പ്രധാനമായും കുടലിലുണ്ടാകുന്നതിനാൽ എൻട്രിക് ഫീവർ എന്നും അറിയപ്പെടുന്ന രോഗമേത്? ടൈഫോയിഡ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന രക്താണുക്കളായ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നത് ഏത് പകർച്ചവ്യാധി ബാധയിലാണ്? ഡെങ്കിപ്പനി. ഫോഗിംഗ് നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ത്? കൊതുകുകളെ നശിപ്പിക്കൽ. ചുവടെ പറയുന്നവയിൽ കൊതുകു പരത്തുന്ന രോഗങ്ങളേവ? എല്ലാം ശരിയാണ്. ഡെങ്കിപ്പനി, മന്ത്, മലമ്പനി, ജപ്പാൻ ജ്വരം. എല്ലാം ശരിയാണ്. ശൈലി രോഗങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏത്? പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാം. ശരീരത്തിൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന അവയവം ഏത്? കരൾ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ ക്യാൻസർ രോഗികൾക്കും ചികിത്സ സൗജന്യമാക്കിയുള്ള
പദ്ധതി ഏത്? സുകൃതം പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയിൻ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങളുടെ ചികിത്സാ ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കുന്ന പദ്ധതി ഏത്? ആരോഗ്യകിരണം. വെറ്റിനറി ബയോളജിക്കൽ സ്ഥിതി ചെയ്യുന്നതെവിടെ? പാലോട്. കൊതുകുകൾക്കും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് ഏത് ഭാഗത്തെ കമ്പനത്തിൽ നിന്നാണ്? ചിറകുകൾ. എത്ര ഡെസിബലിന് മുകളിലെ ശബ്ദമാണ് ചെവിക്ക് വേദനയുണ്ടാക്കുന്നത്? 120 ഡെസിബൽ. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരെ? ഐസക് ന്യൂട്ടൺ. ബഹു ആറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമേത്? സൾഫർ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെ എങ്ങനെ വിളിക്കുന്നു? ഐസോട്ടോണുകൾ. പുതിയ തൈകൾ ലഭിക്കാനായി വായുവിൽ പതിവയ്ക്കുന്ന സസ്യത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? കുരുമുളക്. നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത് ഏത് വിറ്റമിനിൻ്റെ സാന്നിധ്യമാണ്? വൈറ്റമിൻ സി. ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചെരിച്ചിൽ, പുളിച്ചുതികട്ടൽ, മലബന്ധം എന്നിവ ഏത് രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണ്? അസിഡിറ്റി. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരീരത്തിൽ ആദ്യമുണ്ടാകുന്നത് സ്ഥിരദന്തങ്ങളാണ്. ചെറുകുടലിൻ്റെ ഭിത്തിയിലെ വില്ലസുകളുടെ പ്രധാന ധർമ്മമെന്ത്? എ. പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷവും മാസവും ദിവസവുമേത്? 1949 നവംബർ 26. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരെ? MK ഗാന്ധി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴത്തെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു? 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ. രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പാക്കാനായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമേത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 101-ാം ഭേദഗതി. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവച്ച ആദ്യത്തെ സമരമേത്? ചമ്പാരൻ സത്യാഗ്രഹം. മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകിയ പ്രക്ഷോഭമേത്? ഖിലാഫത്ത് പ്രസ്ഥാനം. ഏത് നിയമത്തിനെതിരായ സമരമാണ് പഞ്ചാബിൽ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു എന്നിവർ നയിച്ചത്? റൗലറ്റ് നിയമം.
നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനം നടന്നതെവിടെ? കൊൽക്കത്തയിൽ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയവരിൽ ഉൾപ്പെടാത്തത് ആര്? അരബിന്ദോ ഘോഷ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത് ആര്? PC മഹലനോബിസ്. കിഴക്കൻ പാകിസ്ഥാൻ 1971 ഏത് രാജ്യമായി മാറി? ബംഗ്ലാദേശ്. ഭാരതീയ റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ച വർഷമേത്? 1949 ജനുവരി 1. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കാലയളവ് ഏത്? 1951-52. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഗുരുവായൂർ ക്ഷേത്രത്തിനു മുന്നിൽ നിരാഹാര സമരം തുടങ്ങിയതാര്? കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥക്കാർ ഏത് തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ് നിവേദനം സമർപ്പിച്ചത്? റാണി സേതു ലക്ഷ്മിബായ്. വാഗൺ കൂട്ടക്കൊല ഉണ്ടായതെന്ന്? 1921 നവംബർ. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടാത്തതാരെ? AV കുട്ടിമാളു അമ്മ. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ചതാരെ? വക്കം മൗലവി. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖങ്ങൾ ഏതെല്ലാം? 1, 2, 3 ശരി. 1, 2, 3. വിശാഖപട്ടണം, തൂത്തുക്കുടി, ഹാൽഡിയ. സപ്ത സോദരിമാർ എന്നറിയപ്പെടുന്ന കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഒഡീഷ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലെ പ്രധാന മഴക്കാലം ഏത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഉൾപ്പെടാത്തത് ഏത്? താപ്തി. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? കാരക്കോറം. ചുവടെ പറയുന്നവയിൽ മുംബൈ ആസ്ഥാനമല്ലാത്ത സ്ഥാപനമേത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. അംഗീകൃത കലാരൂപമായി അടുത്തിടെ കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ചതേത്? മിമിക്രി. രണ്ടായിരത്തി 24 പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ ഇന്ത്യയ്ക്കായി വെങ്കല മെഡൽ നേടിയതാര്? അമൻ സെഹ്റാവത്ത്. എ ഷോട്ട് അറ്റ് ഹിസ്റ്ററി, മൈ ഒബ്സസീവ് ജേർണി ടു ഒളിമ്പിക്സ് ഗോൾഡ് ആരുടെ ആത്മകഥയാണ്? അഭിനവ് ബിന്ദ്ര. ഏറ്റവും ഉയർന്ന പലിശ നിരക്കുള്ള നിക്ഷേപമേത്? സ്ഥിര നിക്ഷേപം.